പുനർജന്മം സത്യമോ അതോ മിഥ്യയോ? ഇത് നടക്കുന്നത് ഡൽഹിയിൽ 1930കളിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന കാലഘട്ടം. ശാന്തി ദേവി, അതായിരുന്നു അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് നൽകിയ പേര്. 4 വയസ്സിൽ സംസാരിച്ചു തുടങ്ങിയ അവൾ തൻ്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എൻ്റെ വീടിതല്ല. എനിക്ക് മധുരയിൽ ഭർത്താവും ഒരു മകനുമുണ്ട്. പ്രസവത്തിന് ശേഷം ഏതാനും ദിവസത്തിനു ശേഷമാണ് താൻ മരിക്കുന്നത്. എനിക്ക് അവരുടെ അരികിലേക്ക് പോകണം. എന്നാൽ അവളുടെ അച്ഛനും അമ്മയും ഇതൊന്നും വിശ്വസിച്ചില്ല. എന്തിനു വിശ്വസിക്കണം? കാരണം ശാന്തി ദേവി അവരുടെ 4 വയസ്സുള്ള മകളാണ്. അവർ ശാന്തി ദേവിയോട് പറഞ്ഞു, "അതു പണ്ടല്ലേ, മറന്നുകളാ. ഇതിപ്പോൾ നമ്മുടെ ജീവിതമാണ്. നീ ഞങ്ങളുടെ മകളാണ്." പക്ഷെ ശാന്തി ദേവി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവളോട് സംസാരിക്കുന്നവരോട് അവൾ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ശാന്തി ദേവിയുടെ ഒരു ടീച്ചർ ഇതിൽ താൽപ്പര്യം തോന്നി ശാന്തി ദേവി നൽകിയ അവളുടെ ഭർത്താവ് കേദർനാഥിൻ്റെ മധുരയിലെ മേൽവിലാസത്തിലേക്ക് ഒരു കത്തയച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ചെറുപ്പക്കാരിയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടായിരുന്നു ആ കത്ത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാന്തി ദേവിയുടെ ആ ഭർത്താവിൽ നിന്നും മറുപടി ലഭിച്ചു. പ്രസവത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം മരിച്ച അവരുടെ ഭാര്യ ലുക്കിടി ദേവിയെക്കുറിച്ചും ശാന്തി ദേവി പറഞ്ഞ പ്രകാരം അവരുടെ കുടുംബത്തിലെ ആളുകളുടെ വിവരവും ശരിവെക്കുന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. പിന്നീട് 1935 ഇത് മഹാത്മാഗാന്ധി ഉൾപ്പെടെ പ്രമുഖരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിഷയമായി മാറി. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായി. വളരെ കർശനമായ രീതിയിൽ തന്നെ ശാന്തി ദേവി ഇത് മറ്റുള്ള വ്യക്തികളിൽ നിന്നോ മറ്റു മാർഗങ്ങളിൽ നിന്നോ മനസ്സിലാക്കിയതല്ല എന്ന് കണ്ടെത്തിയ അന്വേഷകർ അവളെ നവംബർ 15 മധുരയിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് പോകേണ്ട വഴികൾ പോലും ശാന്തി ദേവിക്ക് അറിയാമായിരുന്നു. ശാന്തി ദേവി ജനിച്ച വീട്ടിൽ നിന്നും 145 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു മധുരയിലേക്ക്. അത്രയും വർഷങ്ങൾക്ക് ശേഷവും പുതുക്കിപ്പണിത വീടിൻ്റെ പഴയ രീതികൾ എങ്ങനെയായിരുന്നുവെന്ന് അതേപടി വ്യക്തമാക്കി കൊടുത്തു. വീടിന് പുറത്തുനിന്നുമുള്ള വ്യക്തികൾക്ക് അറിയുവാൻ പോലും സാധ്യമല്ലാത്ത അകന്ന ബന്ധുക്കളെപ്പോലും ശാന്തി ദേവി തിരിച്ചറിഞ്ഞു. ലുക്കിടി ദേവിക്ക് ഭർത്താവ് മരണക്കിടക്കയിൽ വെച്ച് നൽകിയ വാക്കുകൾ പലതും പാലിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ശാന്തി ദേവി അവളുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഡൽഹിയിലേക്ക് മടങ്ങി. ശാന്തി ദേവിയുടെ കേസ് അന്വേഷിച്ച അന്വേഷകരുടെ റിപ്പോർട്ട് ശാന്തി ദേവിയുടെ പുനർജന്മം ശരിവെക്കുന്നതായിരുന്നു. ശാന്തി ദേവി ഡിസംബർ 27, 1987 മരിച്ചു. വിവാഹിതയായിരുന്നില്ല.